إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي بنفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم سأصرف عن آياتي الذين يتكبرون في الأرض بغير الحق وإن يروا كل آية لا يؤمنوا بها وإن يروا سبيل الرشد لا يتخذوه سبيلا وإن يروا سبيل الغي يتخذوه سبيلا ذلك بأنهم كذبوا بآياتنا وكانوا عنها غافلين. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം പാലിച്ച് സൂക്ഷിച്ച് അല്ലാഹുവിൻ്റെ മുഖറബുകളായ ദാസന്മാരും ദാസികളുമായി കഴിഞ്ഞുകൂടാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെന്ന നിലക്ക് നമ്മൾ ദിവസവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അമലുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി അതെല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. ദീർഘകാലം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഖ്ലാസോടുകൂടെ ഇബാദത്ത് ചെയ്യുവാനുള്ള തൗഫീഖും ആഫിയത്തും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ മനുഷ്യൻ്റെ വിശ്വാസത്തെയും ദീനിനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും തകർത്ത് കളയുന്ന അതിഭയങ്കരമായ ഒരു ദുസ്വഭാവത്തെക്കുറിച്ച് ചെറിയ സൂചനയാണ് നൽകിയത്. ഒരു വിഷയം മുഴുവനും പറഞ്ഞു തീർക്കാൻ പറ്റിയ ഒരു വേദിയല്ല മിമ്പർ എന്ന് എല്ലാവർക്കും അറിയാം. ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് മനുഷ്യരെ ആകമാനം ചൂഴ്ന്നു നിൽക്കുന്ന മറ്റൊരു ദുസ്വഭാവത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഭൂമിയിൽ ആദ്യമായി മനുഷ്യന് സമ്മാനിച്ചത് ഇബിലീസാണ്. ഇബിലീസാണ് ആദ്യമായി ആ ദുസ്വഭാവം മനുഷ്യന് സമ്മാനിച്ചത്. അവൻ മനുഷ്യൻ്റെ ആജന്മ ശത്രുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. എന്നിട്ട് വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദം, അള്ളാഹുവിൻ്റെ മലക്കുകളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഞാൻ സൃഷ്ടിച്ച ഈ ആദമിന് നിങ്ങൾ പ്രണമിക്കണം, സാഷ്ടാംഗം ചെയ്യണം. അപ്പോൾ ഫസജദൂ, മലക്കുകളൊക്കെ
പ്രണമിച്ചു ആദമിനെ. ഇല്ലാ ഇബിലീസ്, ഇബിലീസ് ഒഴികെ. അബ, അവൻ വിസമ്മതിച്ചു. വസ്തക്ബറ, അവൻ അഹങ്കരിച്ചു. വകാന മിനൽ കാഫിരീൻ, അതുകൊണ്ട് അവൻ ആരായി? കാഫിറായി. ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ഇബ്ലീസ് അഹങ്കരിച്ചു, അഹംഭാവം നടിച്ചു. ആ ഒരൊറ്റ കാരണത്താലാണ് ഇബ്ലീസ് കാഫിറായത്. അതിൻ്റെ അർത്ഥം അഹംഭാവമുള്ളവൻ, അഹങ്കാരമുള്ളവൻ കാഫിറാവും എന്നുവെച്ചാൽ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. മനുഷ്യരിൽ 95% ആളുകളെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ദുസ്വഭാവമാണ് അഹങ്കാരം. ഇത് ആണിനെയും പെണ്ണിനെയും ബാധിക്കും, പണ്ഡിതന്മാരെ ബാധിക്കും, പാമരന്മാരെ ബാധിക്കും. അതാദ്യം നമുക്ക് സമ്മാനിച്ചത് ഇബ്ലീസാണ്. അപ്പോൾ ഇബ്ലീസിൻ്റെ അനുയായികളായ എല്ലാവരും ആരാവും? അഹങ്കാരികളാവും. എന്ത് അഹങ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടി പറയും, ഞാൻ എന്ന ഭാവം, അതാണ് അഹങ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ അഹങ്കാരം ഒരു മനുഷ്യനിലുണ്ടായാൽ അത് അവൻ്റെ വിശ്വാസത്തെ തകർക്കും, അവൻ്റെ സംസ്കാരത്തെ തകർക്കും, അവൻ്റെ ദീനിനെ നശിപ്പിക്കും. അസ്തഗ്ഫിറുല്ലാഹ്. മാത്രമല്ല അഹങ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അഹങ്കാരത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പറഞ്ഞ ഒരൊറ്റ ഹദീസ്, ആ ഒരൊറ്റ ഹദീസ് ഞാനും നിങ്ങൾ ചിന്തിച്ചാൽ പിന്നെ അഹങ്കരിക്കാൻ നമുക്ക് കഴിയില്ല. ലാ യദ്ഖുലുൽ ജന്ന, എന്താണ് വാക്ക്? ലാ യദ്ഖുലുൽ ജന്ന എന്ന് പറഞ്ഞതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. സ്വർഗത്തിൽ കടക്കൂല, പ്രവേശിക്കൂല. സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് പറഞ്ഞാൽ പ്രവേശിക്കൂല. ആര്? മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. അണു അളവ്, അണു എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. മനുഷ്യൻ്റെ ദൃഷ്ടി കൊണ്ട് കാണാൻ കഴിയാത്ത, മനുഷ്യൻ അവൻ്റെ കഴിവ് കൊണ്ട് ഉണ്ടാക്കിയ സൂക്ഷ്മദർശിനിയിലൂടെ മാത്രം കാണാൻ കഴിയുന്നു. അത് ശരിക്കും ശ്രദ്ധിക്കണം ആ വാക്ക്. ഒരു അണു അളവ്, അസ്തഗ്ഫിറുല്ലാഹ്, ഒരു അണു അളവ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടെങ്കിൽ അവൻ സ്വർഗത്ത് കടക്കൂല. നോക്കൂ, ഏറ്റവും ചെറിയ അളവിനെ സൂചിപ്പിക്കാൻ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചതാ? മിസ്ഖാലു ദർറ. നമ്മളൊക്കെ പാരായണം മിസ്ഖാലു ദർറത്തിൻ ഖൈറൻ യറ, മിസ്ഖാലു ദർറത്തിൻ ശർറൻ യറ ഉണ്ടാവും. ഏറ്റവും ചെറിയ അളവിനെ സൂചിപ്പിക്കാൻ ഖുർആൻ ഉപയോഗിച്ച വാക്ക്. അതുപോലെ ഏറ്റവും കഠിനമായ വിരോധത്തെ സൂചിപ്പിക്കാൻ ഖുർആൻ ഉപയോഗിച്ച വാക്ക് സ്വർഗത്ത് കടക്കൂലാകാം. ഈ രണ്ട് വാക്കും ഉപയോഗിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹങ്കാരത്തെക്കുറിച്ച് പറഞ്ഞു. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. അപ്പോൾ ഞാനെന്ന ഭാവം ഒരു അണു അളവ്, ഒരു കൊട്ടക്കണക്കിനൊന്നും വേണ്ട, ഒരു അണു അളവ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുണ്ടെങ്കിൽ സ്വർഗം കാണാൻ കഴിയില്ല, ഉറപ്പാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് സ്വഹാബികൾ, അബ്ദുല്ലാഹിബ്നു ഉമർ, അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹും അജ്മഈൻ, രണ്ടാളുകളാണ്. രണ്ടും പ്രമുഖ സഹാബിക. അവർ മർവ കുന്നിൻ്റെ മുകളിലിരിക്കുകയാണ്. സഫ മർവ എന്നുള്ള മല ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലിരിക്കുകയാണ്. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് കുറേ കഴിഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു തആല അൻഹു എണീറ്റ് പോയപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു തേങ്ങി കരയാൻ തുടങ്ങി. ചരിത്രത്തിൻ്റെ ഓരോ പോയിന്റ് ശ്രദ്ധിക്കണം ഞാനും നിങ്ങൾ. ഈ തേങ്ങി കരയണ ആരാ? അബ്ദുല്ലാഹിബ്നു ഉമറാണ്. നമ്മളൊക്കെ ഷോർട്ട് ഫോമിൽ ഇബ്നു ഉമർ എന്ന് പറയും.
അപ്പോൾ എന്തിനാണ് കരയുന്നത് ചോദിച്ചു. കരച്ചിലിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നൽകിയ മറുപടി ഇപ്രകാരമാണ്. എന്താ പറഞ്ഞത്? കടുക് മണി തൂക്കം അഹങ്കാരം ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അവൻ്റെ മുഖം കുത്തി അവൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്ന് കുറച്ച് മുമ്പ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നെ ഓർമ്മിപ്പിച്ചു. റസൂലുള്ളാഹിന്റെ വചനാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ വചനം കുറച്ച് മുമ്പ് അബ്ദുല്ലാഹി ഇബ്നു അംർ എന്നെ ഓർമ്മിപ്പിച്ചു. അതാണ് ഞാൻ കരഞ്ഞത്. ആരുടെയെങ്കിലും കണ്ണിൽ ഒരിറ്റ് കണ്ണീര് വീണോ? ഈ ഹദീസ് ഞാൻ പറഞ്ഞപ്പോൾ, ഈ സംഭവം ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെയും നിങ്ങളുടെയും കണ്ണിൽ കരച്ചിൽ വന്നോ? യഥാർത്ഥത്തിൽ നമുക്ക് ആലോചിച്ച് നോക്കൂ. സ്വഹാബത്തിൻ്റെ ഹൃദയത്തിൽ അണുവിൻ്റെ ഒരംശം പോയിട്ട് ഒട്ടും അഹങ്കാരം തൊട്ട് തീണ്ടിയിട്ടുണ്ടാവില്ല. അത്രക്കും ക്ലിയർ അവരുടെ ഹൃദയം. പക്ഷെ എന്നിട്ടും കരഞ്ഞുപോയി. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്. ഇത് പ്രവാചകന്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന റജുല, ഒരു മനുഷ്യൻ യുഹിബ്ബു, അവൻ ആഗ്രഹിക്കുന്നു. എന്ത്? അയ്യകൂന സൗബുഹു ഹസന. ഒരാൾ ആഗ്രഹിക്കാണ് നല്ലൊരു വസ്ത്രം ധരിക്കണം, അല്ലെങ്കിൽ വനഅലുഹു ഹസന, നല്ല ഒരു ചെരുപ്പ് ധരിക്കണം. അങ്ങനെ ഒരാൾ ആഗ്രഹിക്കണം. അത് അഹങ്കാരമാകൂ റസൂലേ? നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വസ്ത്രം ധരിക്കണം, നല്ല ചെരുപ്പ് വേണം, അല്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത്, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. തീർച്ചയായും അള്ളാഹു ജമീലാണ്, ഭംഗിയുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഭംഗിയെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്ത് മനസ്സിലായി? നല്ല വസ്ത്രം ധരിക്കാം, അഹങ്കരിക്കരുത്. നല്ല ചെരുപ്പ് ധരിക്കാം, അഹങ്കരിക്കരുത്. നല്ല വാഹനം ഉപയോഗിക്കാം, അഹങ്കരിക്കരുത്. നല്ല വീട് ഉപയോഗിക്കാം, അഹങ്കരിക്കരുത്. അഹങ്കാരമില്ലാതെ ഇതൊക്കെ ചെയ്യാം. പക്ഷെ എന്താ അഹങ്കാരം? ഇനി എന്താ അഹങ്കാരം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഞാനും നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ ഹൃദയത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അത് പോക്കിക്കളയാ, പശ്ചാത്തപിച്ച് മടങ്ങുക ഞാനും നിങ്ങളും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹങ്കാരം എന്താണെന്ന് വളരെ കൃത്യമായി സ്വഹാബത്തിനെ പഠിപ്പിക്കണം. അൽ കിബ്റു, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ബത്തറുൽ ഹഖി വഗംതുൻ നാസ്. അതാണ് ബത്തറുൽ ഹഖി വഗംതുൻ നാസ്. സത്യത്തെ തള്ളിക്കളയാൻ, മനസ്സിലാക്കിയ സത്യം ജീവിതത്തിൽ പകർത്താതെ തള്ളുക. ഇനി ബാക്കിയുള്ളതൊക്കെ ചിന്തിച്ചാൽ മതി. നമ്മളെ മനസ്സോട് ചിന്തിച്ചാൽ മതി എന്തൊക്കെ സത്യമാണ് ഞാൻ തള്ളാറുള്ളത്. നമ്മൾ കേട്ട ഒരുപാട് സത്യങ്ങളുണ്ടല്ലോ. സത്യം സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് അംഗീകരിക്കുകയല്ല, തള്ളിക്കളഞ്ഞാൽ ഉറപ്പായി അവൻ അഹങ്കാരിയാണ്. പിന്നെ രണ്ടാമതായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വഗംതുന്നാസ്, ജനങ്ങളെ നിസാരമായി കാണുക, ജനങ്ങളെ ചെറുതാക്കുക, ജനങ്ങളെ കൊച്ചാക്കുക. അവനൊന്നും എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുവനാ, ഞാൻ ആരാ? അതാണ് ഈ ഞാനെന്ന ഭാവമുണ്ടോ. ഒരു രസകരമായ സംഭവം, പിന്നെ ഐൻസ്റ്റീൻ എന്ന് പറയുന്നൊരു ശാസ്ത്രജ്ഞനുണ്ട്. കുട്ടികൾക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. മനുഷ്യൻ്റെ ഈ ജീവകം എ, ജീവകം ബി, വൈറ്റമിനൊക്കെ കണ്ടുപിടിച്ച ആളാണ്. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി ഒക്കെ കണ്ടുപിടിച്ച ആളാണ്. അയാൾ ഒരിക്കൽ വളരെ രസകരമായി നർമ്മം കരന്ന രൂപത്തിൽ തന്നെ കൂട്ടുകാരനോടൊരു സംഭവം പറയാണ്. അയാൾ പറയാണ്, പിന്നെ ഞാൻ ഇപ്പോൾ ഒരു പുതിയ വൈറ്റമിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, പുതിയ വൈറ്റമിൻ. ആ വൈറ്റമിൻ്റെ പേര് ഐ എന്നാണ്. ഐ അങ്ങനെ ഇല്ല കേട്ടോ, വേറെ വിഷയം. പക്ഷെ അത് രസകരമായി പറഞ്ഞാണ്. ഈ വൈറ്റമിൻ ഐയുടെ അളവ് എത്ര കണ്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടോ
അത്ര കണ്ട് ആ മനുഷ്യൻ ദൂഷിച്ചു പോകുന്ന. അതുപോലെ തന്നെ ഈ വൈറ്റമിൻ ഐൻ്റെ അളവ് എത്ര കണ്ട് മനുഷ്യന് കുറവാണോ അവൻ നന്നായിരിക്കും, നല്ല മനുഷ്യനായിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയാം, ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ. അപ്പം ഞാനെന്ന ഭാവം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ എത്ര കണ്ടുണ്ടോ അത്ര കണ്ട് ആ മനുഷ്യൻ ദൂഷിച്ചു പോകുന്ന. നമുക്കറിയാം, അഹങ്കാരം ആദ്യമായി മനുഷ്യനിലേക്ക് കൊണ്ടുവന്ന ഇബ്ലീസാണ്. അത് എങ്ങനെയെന്ന് വളരെ കൃത്യമായി അള്ളാഹ് പഠിപ്പിക്കാൻ. അള്ളാഹ് പറയാം, വലഖദ് ഖലഖനാകും, തീർച്ചയായും നാം നിങ്ങൾ സൃഷ്ടിച്ചു. സുമ്മ സവ്വർനാകും, പിന്നെ നാം നിങ്ങൾക്ക് രൂപം നൽകി. സുമ്മ ഖുൽനാ ലിൽ മലായിക, പിന്നെ മലക്കുകളോട് പറഞ്ഞു, ഉസ്ജുദൂ ലി ആദം, മലക്കുകളെ നിങ്ങളൊക്കെ ആദമിന് സുജൂദ് ചെയ്യണം. ഫസജദൂ, മലക്കുകളൊക്കെ സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ എല്ലാവരും സുജൂദ് ചെയ്തു. അങ്ങനെ ഇബ്ലീസ് ഒഴികെ എല്ലാ മലക്കുകളൊക്കെ സുജൂദ് ചെയ്തപ്പോൾ അള്ളാഹ് പിന്നെ ഇബ്ലീസിനോടൊരു ചോദ്യം, ലം യകും മിനസ് സാജിദീൻ, അവൻ ആരായി? അവൻ പ്രണമിച്ചവരുടെ കൂട്ടത്തിലായില്ല, ഓ സുജൂദ് ചെയ്തില്ല. അപ്പം അള്ളാഹ് ചോദിക്കും, ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക. ഇബ്ലീസിനോടാ ചോദ്യം. പിന്നെ അള്ളാഹ് ചോദിക്കണം, അല്ല പിന്നെ ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ സുജൂദ് ചെയ്യാതിരിക്കാൻ നിനക്ക് എന്ത് തടസ്സം ഉണ്ടായിരുന്നത്? എല്ലാവരോടും സുജൂദ് ചെയ്യാൻ പറഞ്ഞു, മലക്കുകളൊക്കെ സുജൂദ് ചെയ്യൂ, നീ സുജൂദ് ചെയ്യാതിരിക്കാനുള്ള തടസ്സം എന്താണ്? അത് പറ. അപ്പൊ ഇബ്ലീസ് പറഞ്ഞ വാചകം, ഖാല അന ഖൈറും മിൻഹു, അതെന്നെ അഹങ്കാരം. ഖാല അന ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. എന്തുകൊണ്ടാണ്? ഖലഖ്തനീ മിൻ നാർ, നീ എന്നെ സൃഷ്ടിച്ചത് തീയോണ്ടല്ലേ. വഖലഖ്തഹു മിൻ തീൻ, നീ അവനെ ഈ ആദമിനെ സൃഷ്ടിച്ചത് ചളിമണ്ണെന്നല്ലേ, കളിമണ്ണെന്ന്. പിന്നെ ഞാനെങ്ങനെ അവനെ സുജൂദ് ചെയ്യാം? ഇതാണ്. അപ്പോൾ അള്ളാഹ് പറഞ്ഞു, ഖാല ഫഹ്ബിത് മിൻഹാ, പോ, ഇറങ്ങിപ്പോ. ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ, ഇവിടെ നിനക്ക് അഹങ്കാരം കാണിക്കാൻ പറ്റിയ സ്ഥലമല്ല. ഫഖ്റുജ് ഇന്നക മിനസ് സാഗിരീൻ, തീർച്ചയായും നീ നിന്യന്മാരുടെ കൂട്ടത്തിലാകും. ഇപ്പോൾ ഇബ്ലീസിൻ്റെ ഡയലോഗ് എന്താ? അതെന്നെ അഹങ്കാരം, ഞാൻ എന്ന ഭാവം. സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അഹങ്കരിക്കാൻ മനുഷ്യന് എന്താ അവകാശമുള്ളത്? ചിന്തിക്കണില്ല ആളുകൾ. പണത്തിൻ്റെ പേരിൽ അഹങ്കരിക്കുന്ന ആളുകളുണ്ട്, സൗന്ദര്യത്തിൻ്റെ, സൗകര്യങ്ങളുടെ, സമ്പത്തിൻ്റെ, മക്കളുടെ പേരിൽ അഹങ്കരിക്കുക. ഒന്നും മനുഷ്യനെ അഹങ്കരിക്കാൻ ഒരു അവകാശമില്ല. നമ്മളൊക്കെ ചിലപ്പോൾ പറയും, ചില ഒരാൾ എഴുതിയത് വായിച്ചു, ഞാൻ, എൻ്റെ, എനിക്ക്, ഈ 3 വാചകം എടുത്തു കളഞ്ഞാൽ അവൻ അഹങ്കാരം പോകുന്ന. അത് നിൻ്റെ വീടാന്ന് പറയും, പറയാം, പക്ഷെ അഹങ്കാരത്തോടുകൂടെ പറയാൻ പാടില്ല. നോക്കൂ, വിശുദ്ധ ഖുർആൻ പിന്നെ സൂറത്തുൽ ലുഖ്മാൻ ഉണ്ട്. ആ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പൊന്നോമന മകന് നൽകുന്ന ഒരുപാട് ഉപദേശം, തത്വോപദേശം കൊണ്ട് പ്രസിദ്ധി ആർജിച്ച മഹാനാണ്. അതിൽ അദ്ദേഹം മകനോട് പറയാണ്, മകനെ, വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, നീ അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് നിൻ്റെ മുഖം തിരിക്കരുത്. നമുക്ക് നമ്മുടെ മക്കളോട് പറയണം, പക്ഷെ പറയാൻ കഴിയില്ല, നമ്മൾ അഹങ്കാരമുണ്ട്. നീ അതായത് ജനങ്ങളെ പുച്ഛിക്കരുത്. ചില ആൾക്കാർ കണ്ടില്ല നിങ്ങൾ, പിന്നെ ഓ പറയുന്നില്ല, പക്ഷെ ഒരു കഴിഞ്ഞു, അതന്നെ സാധനം, അതന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞൊരു ആക്ഷൻ അതന്നെ. എന്നിട്ട് പറഞ്ഞു, വലാ തംശി ഫിൽ അർളി മർഹ, മോനെ ഭൂമിയിലൂടെ അഹങ്കരിച്ച് പൊങ്ങച്ചം കാട്ടി നടക്കരുത് കേട്ടോ. എന്നിട്ട് അവസാനം പറയും, ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, മോനെ ദുരഭിമാനിയായ, പൊങ്ങച്ചക്കാരനായ, അഹങ്കാരിയായ ഒരാളെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. വലാ തംശി ഫിൽ അർളി മർഹ, മറ്റൊരാഴ്ചയോട് പറയാം, ഭൂമിയിൽ ഒരിക്കലും പൊങ്ങച്ചം കാട്ടി നടക്കരുത്. ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല, എടോ മനുഷ്യ, ഭൂമിയിലൂടെ അഹങ്കരിച്ച് നടക്കുന്ന മനുഷ്യ, ഭൂമിയെ പിളർത്താനോ പർവ്വതങ്ങളോളം ഉയരാനോ നിനക്ക് കഴിയില്ല. പിന്നെ എന്തിനാണോ നീ അഹങ്കരിച്ച് നടക്കുന്നത്? അപ്പോൾ സഹോദരന്മാരെ, ഭയങ്കര സാധനമാണ് ഇത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അളവാണ്, തോനെയൊന്നും വേണ്ട,
അണു അളവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അത് ആരറിയും? അള്ളാഹ് അറിയും. സ്വർഗത്ത് കടക്കൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോക്കെ. നമ്മളൊക്കെ ഈ പ്രയാസപ്പെടുന്നത്, വളരെ പ്രയാസപ്പെട്ട് അമലു സാലിഹാത്തുകൾ ചെയ്യുന്നതിനാണ് സ്വർഗത്ത് പോണ്ടേ. പക്ഷെ ഈ സാധനം ഉണ്ടെങ്കിൽ പോകൂല എന്ന് പറഞ്ഞു. മാത്രമല്ല മറ്റൊരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അലാ ഉഖ്ബിറുകും ബി അഹ്ലിൻ നാർ. നരകത്തിൻ്റെ ആൾക്കാർ ആരാണെന്ന് ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തരട്ടെ സഹാബത്തെ. എന്നിട്ട് പറയാം, കുല്ലു ഉതുല്ലിൻ ജവാദിൻ മുസ്തക്ബിർ. എല്ലാ അഹങ്കാരികളും പൊങ്ങച്ചക്കാരും ദുരഭിമാനികളും നരകത്തിൻ്റെ ആൾക്കാരാണ്. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പം അഹങ്കാരത്തിൻ്റെ ഗൗരവം വളരുതാണ്. പക്ഷേ ഈ അഹങ്കരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ച് സഅസ്രിഫു അൻ ആയാതി. ഒരു മനുഷ്യൻ അഹങ്കരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അവനെ തിരിച്ചു കളയും. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ആ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അവന് കഴിയില്ല. അസ്തഗ്ഫിറുല്ലാഹ്. ഇതിനേക്കാൾ വലിയ പിന്നെ ദൗർഭാഗ്യം എന്താ? എന്നിട്ടോ അല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്. ന്യായം കൂടാതെ ഭൂമിയിൽ അഹങ്കരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പടച്ച റബ്ബിൻ്റെ ദൃഷ്ടാന്തത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല. സത്യം, ആ സത്യത്തെ തള്ളിക്കളയാനേ കഴിയുള്ളൂ. ഇപ്പം നിങ്ങൾ ആലോചിച്ചോക്കാണി, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആകെ വൈറലായിക്കൊണ്ടിരുന്ന സംഭവം ഉണ്ടല്ലോ. നമ്മൾ തൊട്ടടുത്ത പ്രദേശത്ത് പുതിയങ്ങാടി നേർച്ചയിൽ ഒരാന ഒരു മനുഷ്യനെ ചീറ്റ് വലിച്ചെറിയണത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ വർഷങ്ങളോളം ഈ സത്യം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷെ പുച്ഛിച്ച് തള്ളല്ലേ. മാത്രമല്ല ഇതിന് ഓശാന പാടുന്ന, ഇതൊന്നും ഏഷണി പറയില്ല കേട്ടോ, ഇതിന് ഓശാന പാടുന്ന ആളുകൾ വരെ പറയും, എന്താ ആനക്ക് കുഴപ്പം? ഒരു സുഹൃത്ത് പറയാണ്, അസ്തഗ്ഫിറുല്ലാഹ്, ഹിദായത്ത് കൊടുക്കട്ടെ എല്ലാവരും. ആ സുഹൃത്ത് പറയാ, ഒരു ഷെയ്ഖിൻ്റെ പേര് പറഞ്ഞിട്ട് ആ ഷെയ്ഖ് ഇങ്ങനെ മൈസൂർ കാട്ടിലൂടെ ഇങ്ങനെ പോകത്രേ. മൈസൂർ കാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കുറേ, അപ്പോൾ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കാട്ടാനകൾ വന്നു. ഇതൊക്കെ നിങ്ങൾ ഇത് സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. കാട്ടാനകൾ വന്നപ്പോൾ ഷെയ്ഖുനെ പറഞ്ഞു അത്ര കുറച്ച് കരിമ്പെണ്ണ് കൊണ്ടുവരും. ഈ മൈസൂർ കാട്ടിൽ കരിമ്പ് എവിടെ നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പം എങ്ങനെ കരിമ്പ് അത് ചോദിക്കരുത്. അങ്ങനെ കുറേ കരിമ്പ് കൊണ്ടുവന്നു. അങ്ങനെ ഓരോ കരിമ്പിൻ്റെ കഷ്ണവും ഓരോ കാട്ടാനകൾക്ക് കൊടുത്തു. എന്നിട്ട് ആ കാട്ടാനകളോട് കുശലം പറഞ്ഞു. ആ കാട്ടാനകൾ കാട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്താ സംഭവം? എന്നിട്ടോ ആ സുഹൃത്ത് പറയാണ്, അസ്തഗ്ഫിറുല്ലാഹ്, ആ സുഹൃത്ത് പറയാണ്, ഷെയ്ഖുനെ പറയാണ്, ആ വന്ന ആനകളൊക്കെ സുന്നികളായിരുന്നു. നിങ്ങൾ ആലോചിച്ചോക്കാൻ സഹോദരന്മാരെ, ഇത് മായാവിക്കതല്ല. അതാണ് പടച്ചറപ്പിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ഒംതുന്ന തള്ളിക്കളയാണ് അല്ലേ. അപ്പോൾ വേണമെങ്കിൽ പറയും, പുതിയങ്ങാടി നേർച്ചക്ക് എഴുന്നള്ളിക്കാൻ കൊണ്ടുവന്ന ആന വഹാബിയായിരുന്നു, അതും പറയും. ആലോചിച്ചോക്കാൻ തമാശ പറയില്ല. അപ്പോൾ ഇതാണ് അല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്. ഒരു ന്യായവുമില്ലാതെ ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കുന്ന ആളുകൾ. വയറൗ കുല്ല ആയത്തിൻ ലാ യുമിനു ബിഹാ. എല്ലാ ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും വിശ്വസിക്കൂല. ഇനി ആനല്ല എന്ത് തന്നെ, അടുത്ത കൊല്ലം എന്താണ്, അടുത്ത കൊല്ലത്തിനേക്കാൾ ഉഷാറായി നടത്തും. വിശ്വസിക്കൂല. വയറൗ സബീല റുഷ്ദി ലാ യത്തഖിദൂഹു സബീല. നേർമാർഗം കണ്ടാൽ അവർ അതിനെ മാർഗമായി സ്വീകരിക്കൂല. വയറൗ സബീല ഗയ്യ് യത്തഖിദൂഹു സബീല. ദുർമാർഗം കണ്ടാൽ അവർ ആ മാർഗം സ്വീകരിക്കുകയും ചെയ്യും. ദാലിക ബിഅന്നഹും കദബു ബിആയാതിന. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർ നിഷേധിച്ചിട്ടുള്ള വകാനു അൻഹാ ഗാഫിലീൻ. അപ്പോൾ ചുരുക്കത്തിൽ സഹോദരന്മാരെ, അഹങ്കരിക്കുന്ന ഒരു മനുഷ്യന് പടച്ച റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അള്ളാഹു അവന് അവസരം കൊടുക്കൂല. അവൻ്റെ ചിന്ത എപ്പോഴും ദുർമാർഗത്തിലാക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കാരണം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിൻ്റെ അവസാന ശ്വാസം മിനിറ്റുകൾക്ക് മുമ്പ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം ലോകത്തിന് നൽകിയൊരു വസിയത്തുണ്ടല്ലോ, നമ്മളൊക്കെ കേട്ടതാണ്, പച്ചയായി എല്ലാവർക്കും അറിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ തിരുനാവ് കൊണ്ട് ആരെയും ശപിച്ചിട്ടില്ല. തായിഫിൻ്റെ മണലാരണ്യത്തിൽ 10 ദിവസം ഗദ്ഗദ ഖണ്ഡനായി ആദർശത്തിൻ്റെ പടപ്പാട്ടുമായി ശിർക്കിൻ്റെ കോട്ട കൊത്തളങ്ങളിലേക്ക് തൗഹീദിൻ്റെ വജ്രായുധമായി പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എറിഞ്ഞാട്ടി ഓടിച്ചു.
എറിഞ്ഞാട്ടി ഓടിച്ചു. പക്ഷേ ആ എറിഞ്ഞാട്ടി ഓടിച്ച തൻ്റെ ത്വായിഫ് ജനതയ്ക്ക് വേണ്ടി അല്ലാഹുമ്മ ഗഫിർ ലിഖൗമി ഇന്നഹും ലാ യഅലമൂൻ, ശരീരത്തിൽ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. പടച്ചറബേ, എന്നെ എറിഞ്ഞ് പേപ്പട്ടിയെ പോലെ എന്നെ എറിഞ്ഞാടിച്ച് ഓടിച്ച ഈ പാവപ്പെട്ട മനുഷ്യർക്ക് റബ്ബേ നീ പുറത്തു കൊടുക്കുക. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് പറഞ്ഞത് എന്താ? ലഅനഹുല്ലാഹു അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം വഔലിയാഇഹിം മസാജിദ. സംശയം ആരോടും ചോദിക്കാം. ജൂത ക്രൈസ്തവ വർഗത്തിന്റെ മേൽ പടച്ച റബ്ബിന്റെ ശാപമുണ്ടാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലോകത്ത് കാരുണ്യത്തിന്റെ മഹാദൂതനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി പറയാം, ജൂത ക്രൈസ്തവ വർഗത്തിന്റെ മേൽ പടച്ച റബ്ബിന്റെ ശാപമുണ്ടാവട്ടെ. എന്താ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം വഔലിയാഇഹിം മസാജിദ. അവർ അവരുടെ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ഖബറുകളെ ഉത്സവ സ്ഥലമാക്കി മാറ്റി, ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. എന്നിട്ട് പറയാ അല്ലാഹുമ്മ ഇജ്അൽ ഖബ്രി, പടച്ച റബ്ബേ നീ എൻ്റെ ഖബറിനെ ഈദ, ഒരു ഉത്സവ സ്ഥലമാക്കി മാറ്റല്ലേ റബ്ബേ. അല്ലാഹുമ്മ ഇജ്അൽ ഖബ്രി വസനൻ യുഅബദ്, പടച്ച റബ്ബേ നീ എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുതേ. ആണോ? ആനക്ക് മനസ്സിലായി ഇത് അനാചാരാണ്, ആന പടച്ചു ഇഞ്ഞും പടക്കും, അങ്ങനെ തന്നെ പറയാ. അതുകൊണ്ട് സഹോദരന്മാരെ, അഹങ്കരിക്കരുത്. അഹങ്കരിക്കുക എന്ന് പറഞ്ഞല്ലോ, അതായത് സത്യത്തെ തള്ളിക്കളയാം. സത്യം അത് മനസ്സിലായി കഴിഞ്ഞാൽ തള്ളിക്കളയാം. അതോടൊപ്പം തന്നെ ജനങ്ങളെ നിസ്സാരമായി കാണുക. ഇത് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോളിയും നമുക്ക് പോകാനുള്ള നരകത്തിലേക്കായിരിക്കും. അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ദുസ്വഭാവമായ അഹങ്കാരത്തെ തൊട്ട് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിൻ്റെ വിത്ത് നമ്മുടെ മനസ്സിലും മണ്ണിലും നട്ടു വളർത്തിയ മഹാനായിരുന്നു മാലിക് ഇബ്നു ദീനാർ റഹ്മഹുല്ലാ. അനീതിയെയും അനിസ്ലാമികതയെയും നെഞ്ചൂക്കോടെ ചോദ്യം ചെയ്ത ഒരു വിജ്ഞാന ദാഹിയായിരുന്നു മാലിക് ഇബ്നു ദീനാർ റഹ്മഹുല്ലാ. ആർക്ക് മുന്നിലും പതറാത്ത അടിയുറച്ച ഈമാനിൻ്റെ ഒരു വക്താവായിരുന്നു മാലിക് ഇബ്നു ദീനാർ റഹ്മഹുല്ലാ. ഒരിക്കൽ അദ്ദേഹം ബസറയിൽ ജീവിക്കുന്ന കാലം, ബസറയിലെ ഗവർണറും സംഘവും മാലിക് ഇബ്നു ദീനാർ റഹ്മഹുല്ലയുടെ പീടികയുടെ മുന്നിലൂടെ നടന്നുപോയി. ആ പോക്ക് അഹങ്കാരത്തോടെയും അലങ്കാരത്തോടെയും പ്രൗഢിയോടെയും കൂടിയുള്ള ആ പോക്ക് കണ്ടപ്പോൾ മാലിക് ഇബ്നു ദീനാർ പറഞ്ഞു, ഈ അഹങ്കാരം ഒന്ന് നിർത്തണം കേട്ടോ, ഈ അഹങ്കാരം ജാടയും ഒന്ന് അവസാനിപ്പിക്കണം. ആരോടാ പറയണത്? ബസറയിലെ ഗവർണറും കൂട്ടാളികളാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഗവർണറുടെ ഒരു സേവകൻ മാലിക് ഇബ്നു ദീനാർ അടിക്കാൻ ഓങ്ങിയപ്പോൾ മാലിക് ഇബ്നു ഗവർണർ തടഞ്ഞു, അടിക്കണ്ടെന്നാണ്. എന്നിട്ട് ഗവർണർ മാലിക് ഇബ്നു ദീനാറിനോട് ചോദിക്കാറ്, എന്നെ കണ്ടിട്ട് മനസ്സിലായിട്ടില്ലല്ലേ? അങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ, ഞാൻ ആരാണെന്നറിയില്ലല്ലേ? അതെന്നെ ഞങ്ങൾക്കറിയാം. എന്നെ കണ്ടിട്ട് താങ്കൾക്ക് മനസ്സിലായിട്ടില്ലല്ലേ? അതിൻ്റെ അർത്ഥം വളരെ അഹങ്കാരത്തിൻ്റെ വാക്കാണത്. ആ സമയത്ത് മാലിക് ഇബ്നു ദീനാർ റഹ്മഹുല്ലാ പറഞ്ഞു, ഞാനത് പറയാൻ കാരണം നമ്മുടെ ഹൃദയത്തോട് എപ്പോഴും ചോദിക്കേണ്ട ചോദ്യമാണ്. മാലിക് ഇബ്നു ദീനാർ റഹ്മഹുല്ലാ ഗവർണറുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഗവർണർ, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ എന്ന് പറഞ്ഞാൽ താങ്കളുടെ തുടക്കം ദുർഗന്ധമുള്ള ഒരു ജലത്തിൽ നിന്നായിരുന്നു, താങ്കളുടെ ഒടുക്കം ദുർഗന്ധമുള്ള ഒരു ജഡമായിട്ടായിരിക്കും. അഹങ്കാരം ഇങ്ങനെ വരുമ്പോഴേ ഇതിങ്ങനെ ആലോചിക്കുക. മനുഷ്യരുടെ തുടക്കം അറപ്പുളവാക്കുന്ന ദുർഗന്ധമുള്ള ഒരു ജലത്തിൽ നിന്നാണ്. അവസാനം ഞാനും നിങ്ങളും
ദുർഗന്ധമുള്ള ഒരു ജഡമായി മാറും. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വാസനയ്ക്കാരം. 2-3 ദിവസം വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങൾ അത്ര ഉണ്ടാവില്ല. എന്നിട്ട് പറയാം, അതുകൊണ്ട് അല്ലയോ ഗവർണർ, ഈ തുടക്കത്തിനും ഒടുക്കത്തിനും ഇടയിലുള്ള ഇത്തിരി കാലുണ്ടല്ലോ, അത് അഹങ്കാരം വെടിഞ്ഞ് ജീവിച്ചുകൂടെ? ഒരു ഗവർണറുടെ മുഖത്ത് നോക്കിയാൽ പറഞ്ഞത്. ഞാൻ ഈ സംഭവം പറഞ്ഞു വെച്ചാൽ, നമ്മൾ പലപ്പോഴും ഈ ദുസ്വഭാവം നമ്മളിൽ ഉണ്ടാവും. ഞാനാരാ, ഓനേതാ? ഇപ്പോൾ നോക്കൂ, നിങ്ങൾ വിവാഹത്തിന് ക്ഷണിക്കുന്നത് പോലും പണക്കാരെ നോക്കിയിട്ടാണ്. ഞാൻ ആക്ഷേപിക്കില്ല. പാവപ്പെട്ടവർ തഴയപ്പെടുകയാണ്. എന്തുകൊണ്ട്? അഹങ്കാരം കൊണ്ടല്ലത്. അതാണ് വംതുന്നാസ്, ജനങ്ങളെ നിസ്സാരമായി കാണുക. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുക സഹോദരന്മാരെ, നമ്മളൊക്കെ അതാണ്. ഒരു തുള്ളി വെള്ളം, അവസാനം ദുർഗന്ധമുള്ളൊരു ജഡം. അഹങ്കരിക്കാൻ ഒന്നും നമുക്കില്ല. അഹങ്കരിക്കാനുള്ള അവകാശം റബ്ബിന് മാത്രമുള്ളൂ. ഇതിൻ്റെ ഭൂമിയാണ്, എൻ്റെ ആകാശം, എൻ്റെ സൃഷ്ടികളാണ്. നമുക്കുണ്ടോ? അതുകൊണ്ട് ചിന്തിക്കുക, അഹങ്കരിക്കാൻ ഒന്നും നമുക്കില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, സ്വർഗം കണി കാണാത്ത ഒരു ദുസ്വഭാവം. അത് എപ്പോഴും ശ്രദ്ധിക്കുക. ആരെയും നമ്മൾ കൊച്ചാക്കരുത്. ആരും നടന്നു പോകുമ്പോൾ അതാണ് ഓനാരാ, അതന്നെ സാധനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ദുസ്വഭാവങ്ങളെ തൊട്ട് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാളെ പടച്ച റബ്ബിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുന്ന മഹാഭാഗ്യവാന്മാർ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അരുമ സന്താനങ്ങൾ, നമ്മുടെ ഉസ്താദുമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ യഥാർത്ഥ വീടായ ഖബർ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم توفنا مسلما وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد.